കൊല്ലം പട്ടണത്തിൽ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽ പാതകളിലൊന്നാണ്. 92 കിലോമീറ്റർ നീളമുള്ള ഈ പാത കൊല്ലത്തെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ വിഴിഞ്ഞം മദർ പോർട്ടിനെ ഡെക്കാണുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ചരക്ക് പാതയായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1873 മദ്രാസ് സർക്കാർ ഈ കൊല്ലത്തെയും ചെങ്കോട്ടയും ബന്ധിപ്പിച്ചൊരു മീറ്റർ ഗേജ് റെയിൽവേ പാത കൊണ്ടുവരാൻ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥർ ഇതിനെ നഖശിഖാന്തം എതിർത്തു. പിന്നെ തിരുവനന്തപുരം തിരുനെൽവേലി പാതയ്ക്ക് വേണ്ടിയാണെന്ന് വാദിച്ചു. അന്നത്തെ പ്രധാന വ്യവസായ കേന്ദ്രവും തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗവുമായ കൊല്ലത്തേക്കാൾ ഉചിതമായ മറ്റൊരു സ്ഥലമില്ലെന്ന് സർക്കാർ നിശ്ചയിക്കുകയായിരുന്നു. മാത്രമല്ല, ചെലവ് കുറച്ച് തെക്കൻ കേരളത്തിലേക്ക് ഒരു പാത നിർമ്മിക്കാമെന്ന മേന്മയും കൊല്ലത്തേക്കുള്ള ഈ വഴി തുറക്കുന്നതിന് കാരണമായി. അതൊക്കെ ചരിത്രങ്ങൾ പറയുന്നൊരു സംഗതിയാണ്. ഇന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ് ഒക്കെ ആയിട്ട് മാറി. പിന്നെ അത് പറയുന്നത് മദ്രാസ് സർക്കാർ അന്ന് അനുവദിച്ച 17 ലക്ഷം രൂപയും റെയിൽവേ അനുവദിച്ച 7 ലക്ഷം രൂപ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യങ്കാർ അനുവദിച്ച 6 ലക്ഷം രൂപയായിരുന്നു പാതയ്ക്കുള്ള പ്രധാന മൂലധനങ്ങൾ. ഒരുപാട് പ്രതിസന്ധികളൊക്കെ നടന്നിട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന വണ്ടി അന്ന് ഇതിലേക്കൂടെ ഓടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം പട്ടണത്തിൽ നിന്ന് ഈ ഒരുപാട് മലകളെ ഭേദിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു റെയിൽവേ പാതയാണിത്. സഞ്ചാരികൾക്ക് ഈ ദൃശ്യമനോഹരമായൊരു യാത്രയാണ് നൽകുന്നത്. പുനലൂരിനും ആര്യങ്കാവിനും ഇടയിൽ മലതുരുന്ന ചെറുതും വലുതുമായ 5 തുരങ്കങ്ങളും ഒട്ടേറെ പാലങ്ങളും, കഴുതുരുട്ടിയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി കോട്ടവാതിലുകളും, സൗന്ദര്യമായൊരു 13 കണ്ട പാലവും, വനത്തിനിടയിലൂടെയുള്ള യാത്രയും യാത്രക്കാർക്ക് തീർത്തും ഹൃദ്യമായ ഒരു അനുഭവമാണ് ഇവിടെ സമ്മാനിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് മൊബൈൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഈ 13 കണ്ട പാലം എന്നൊക്കെ പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല. 1997-98 തുടക്കമിട്ടതാണ് ഈ കൊല്ലം ചെങ്കോട്ട ബ്രോഡ് ഗേജ് പാതയ്ക്കുള്ള നടപടികൾ. ഇത് ഈ അടുത്ത കാലത്താണ് പൂർത്തിയായത്. മാത്രമല്ല, ഈ കൊല്ലം വിരുദ്ധനഗർ ബ്രോഡ് ഗേജ് വികസനത്തിൻ്റെ ഭാഗമായാണ് ഇത് വിപുലീകരിച്ചത്. 151 കോടി രൂപയാണ് നിർമ്മാണ ചെലവുണ്ടായിരുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി കൊല്ലം പുനലൂർ മീറ്റർ ഗേജ് സേവനം 2006 അവസാനിപ്പിക്കുകയും പണികൾ ആരംഭിച്ചു. ഈ 3 കൊല്ലത്തിന് ശേഷം 2010 മെയ് 12 കൊല്ലം മുതൽ പുനലൂർ വരെയുള്ള 43.25 കിലോമീറ്റർ പാത ബ്രോഡ് ഗേജ് ആക്കി മാറ്റി കമ്മീഷൻ ചെയ്തതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മുടെ ഒറ്റക്കൽ, ആ പഴമയെ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു കെട്ടിടമാണ്. ഇത് കുറച്ച് പഴയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അത് പുതുക്കി അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ, ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജി നൽകുന്ന ഒരു വലിയ പാതയാണ് ഈ പാത. നല്ല നൊസ്റ്റാൾജിയാണ്. ഈ മലകളൊക്കെ തുരന്ന് അതിനിടയിലൂടെ